നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പൊ നമ്മുടെ പ്രിയ ചേച്ചിയുടെ ഒക്കെ പുതിയ വീഡിയോ എന്ന് വന്നപ്പോൾ ഉണ്ട് കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള ആ വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ അമ്മ അടിച്ചു പിരിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷാദിയുടെ ദിനേശ് ചേട്ടനെ വഴിക്കും കണ്ടു വെച്ച് കിട്ടിയപ്പം ഒരു ചാനലുകാരന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതിന് ഈ അമ്മയുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത് അലക്കുന്ന കുറച്ച് മറുപടികൾ കൊടുത്തപ്പോണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആണ്. അവസാനം വരെ വാച്ച് ചെയ്യുക. നിങ്ങൾ ഇടയ്ക്ക് അറിയാമെന്നും പറയത്തില്ല, നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പൊ നമുക്ക് എന്റെ വീഡിയോയിലേക്ക് കാണാം. ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ ഓട്ടന്നേ. അങ്ങനെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധീകരണം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ജൽബോഡിയിൽ 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. വാർത്താമാധ്യമങ്ങൾ ചർച്ചയായിരിക്കുന്ന അമ്മയാണ്. ഒരു നിലവിലത്തെ സാഹചര്യം അമ്മയിൽ എന്താ പറയുക? അല്ല, വിചാരിച്ചിരുന്നത് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ തകരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് തകർച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക, രാജിവെക്കേണ്ടവരൊക്കെ രാജിവെച്ച് പോയതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമായി. അതേ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. തമ്മിൽ യൂണിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവളെ വർഗീയവാദിയാക്കുക, അവളെ ചീത്ത വിളിക്കുക, പിന്നെ സീനിയറായ ഒരു നടിയുണ്ട് നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇടിക്കാൻ കയ്യോങ്ങുക, മുട്ടുകയറ്റും എന്നൊക്കെ പറയുക, പിന്നെ അവളുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുക. ഇതൊന്നും സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. അതാണ് പ്രശ്നം. അത് എനിക്കോട് പ്രശ്നങ്ങൾ തീർന്നു തോന്നുന്നു. തീരും, ഇനി കുഴപ്പമില്ല. അത് നന്നായി ഞാൻ പറയും. കാരണം എന്താ പറയുക, ഒരു പക്ഷമില്ലാതെ, ഒരു ന്യായമില്ലാത്ത പക്ഷങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതും തെറ്റില്ല എന്ന് ഞാൻ പറയും. ഓട്ടന്നേ. അങ്ങനെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധീകരണം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. എനിക്ക് ഈ നാട്ടുപ്രദേശം കാണാൻ അയൽക്കൂട്ടം പോലെ ആയിപ്പോയി. അയൽക്കൂട്ടം ഇങ്ങനെയൊന്നുമല്ല. സ്വയം തൊഴിൽ പോണവരും ഇങ്ങനെയല്ല. ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയാണെന്നേ, വെറും തറ വർത്തമാനങ്ങളിലും. അത് നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിന്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും, ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കുകയും. അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുന്നേ. കാരണം ഇത് ആണുങ്ങൾ ഇരുന്ന സീറ്റല്ലേ. MG സോമനെ പോലെ, ഇന്നസെന്റിനെ പോലെ, മധുസാറിനെ പോലെ, ബാലചന്ദ്രമേനനെ പോലെ, സുകുമാരനെ പോലെ എത്രയോ നല്ല മഹത് വ്യക്തികൾ ഇരുന്ന പോസ്റ്റ്. അതിൽ നിന്ന് പോകണമെന്നാണ് നല്ലത്. ഇതൊക്കെ ഈ ഐറ്റംസുകൾ പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അതുകൂടെ ഇനിയിപ്പോൾ അമ്മ നന്നാവാൻ സാധ്യതയുണ്ട്. രമേശ് പിഷാരടി വന്നതോടുകൂടി അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം വരും തോന്നുന്നു? ഒരു മാറ്റം വരില്ല. ഈ ഭരണമാറ്റം കൊണ്ടൊക്കെ ഉണ്ടാവുന്നുള്ള രമേശ് പിഷാരടി എന്ത് അത്ഭുതം കാണിക്കാൻ? അയാൾ അല്ലെങ്കിൽ അമ്മയിൽ മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാളൊരു MLA ആയി ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണുകൂടിയും കാരണം അയാളൊരു MLA ആയി എന്നുള്ളതിനപ്പുറം അതൊക്കെ അയാൾ കാലം തെളിയിക്കണ്ടേ. എന്നാൽ അയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല, അയാളൊരു എന്താ പറയുക, ഇപ്പോൾ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അയാളാണ്. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഭാര്യ പണിയുള്ളപ്പോഴും ഇത് കയറി ഏറ്റിട്ടുണ്ട്. അയാൾ വരും ദിവസങ്ങളിൽ തെളിയിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് അമ്മയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കിയിട്ട് അതിന്റെ തിരുത്തലുകൾ അയാളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും നോക്കുക. അയാൾ ഗണേശനൊക്കെ ആകുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്തവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗണേശുമാരുടെ വരവിനെ പറ്റി എന്താ പറയുക? ശരിക്കും ഗണേശ് വരാൻ അയാളൊന്നും പോയ ആളല്ലല്ലോ. അയാൾ മന്ത്രി MLA ആയതുകൊണ്ട്, അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ സമയമുണ്ട് വന്നു. അയാൾക്ക് നന്നായിട്ട് സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുന്ന തുടക്കകാലം മുതൽ അമ്മയ്ക്ക് വേണ്ടി നിന്ന ആളല്ലേ. അയാൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ മുതിർന്ന താരങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുകയും ഒന്നും അഭിപ്രായം പറയാൻ ചെയ്തിട്ടില്ല. ലാലേട്ടനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിനുള്ള ലാല് പറയാനുള്ള പറഞ്ഞല്ലോ. ഈ ജൽബോഡിയുടെ ഭൂരിപക്ഷം എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോടൊപ്പം ഞാൻ നിൽക്കും. അമ്മ എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം ഞാൻ കേട്ടെ, മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ ഒക്കെ അമ്മ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല, ദോഷമല്ലാതെ. അവരുടെ വിലപ്പെട്ട സമയവും അവരുടെ പൈസയൊക്കെ പോകുന്നുള്ളതല്ലാതെ, നേരെ മറിച്ച് അവിടുന്ന് കിട്ടുന്ന 5000 രൂപ കൈനീട്ടം കാത്തിരിക്കുന്ന, 10000 രൂപ ഒരു വർഷം മരുന്നിന് കാത്തിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവർക്കാണ് അമ്മ. ആ അമ്മയെ തകർക്കരുതെന്ന് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ അതിനപ്പുറം എന്ത് പറയാൻ? പറയേണ്ടത് അയാൾ പറഞ്ഞു, ചെയ്യേണ്ടത് അവിടെ ചെയ്തു. കാരണം ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന അൻസിബ എന്ന് പറഞ്ഞ കുട്ടിയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി വിളക്ക് കൊളുത്തിച്ചു. അതിനപ്പുറം അയാൾ എന്ത് മെസ്സേജാണ് തരേണ്ടേ? ഒരു അക്ഷരം പറയണ്ടല്ലോ, പ്രവൃത്തി കാണിച്ചില്ല. അത് നല്ല മോഹൻലാൽ. ഇന്നലെ മോഹൻലാൽ കൂടെ വന്നില്ലായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നത്, അതെല്ലാം കളരിയാവൂലേ. മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപി ഇല്ല, ആരുമില്ല. അപ്പോൾ മോഹൻലാലെങ്കിലും വന്നല്ലോ. രാവിലെ തൊട്ട് 4 മണി അയാൾ ഇരുന്നില്ലേ. അൻസിബയ്ക്ക് ശരിക്കും നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. കാരണം ആ ജൽബോഡിയിൽ 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ശ്വേതാമെനെതിരെയുള്ള പരാതിക്ക് എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്? ശ്വേതാമെനെതിരെ പരാതിയില്ല. 67 ലക്ഷം രൂപ പിന്നെ അത് തട്ടിപ്പെന്നല്ല. 67 ലക്ഷം രൂപ കണക്ക് കൊടുക്കാത്തടത്തോളം കാലം സംശയത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പിന്നെ ആ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങി 30 ലക്ഷം രൂപ കൊടുത്തു, ഇനി 45 കൊടുക്കാനുണ്ട്. അതൊന്നും ഒരു സംഘടനയ്ക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല. അത് 100% തെറ്റാണ്. അങ്ങനെയൊക്കെ ഒരു അമ്പലം, ഗുരുവായൂർ അമ്പലം സ്പോൺസർ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ശബരിമല സ്പോൺസർ ചെയ്തെങ്കിൽ മനസ്സിലാക്കാം. ഒരു ജില്ലയിലെ ഒരു ചെറിയ അമ്പലം 75 ലക്ഷം രൂപയൊക്കെ അമ്മയ്ക്ക് സ്പോൺസർ ചെയ്യുന്നെങ്കിൽ ശ്വേത തന്നെ പറയുന്നു, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ 2 കോടി രൂപ വാങ്ങിക്കാം. 2 കോടി രൂപ കൊടുക്കാൻ ആ അമ്പലത്തിന് എവിടുന്ന കാശ്? ബ്ലാക്ക് മണി ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതൊന്നും ഒരു സംഘടനയ്ക്ക് പറ്റിയല്ല. നാളെ ഒരു ജമാഅത്ത് പറയണം ഞങ്ങൾ പൈസ തരാം, മറ്റന്നാ പരുമല പള്ളിക്കാർ പറയണം ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഈ മതങ്ങളെയൊക്കെ കൊണ്ടൊന്നും ഈ സംഘടനയ്ക്ക് കയറ്റുന്നത് ശരിയല്ല. ആ നിലപാട് അനുസരിപ്പെടുത്ത നിലപാടാണ് ശരി. ശരിക്കും അമ്മ സംഘടനയിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അതായത് മുൻ ചിന്തകളൊന്നും ഇല്ലാതെ എടുത്ത് ചാടി പക്വതയില്ലാതെ എടുത്ത തീരുമാനങ്ങളാണ് പൊളിഞ്ഞു പോയത്. ഇപ്പം തന്നെ വർഷങ്ങളോളമായി അമ്മയുടെ ജനറൽ ബോഡിക്ക് ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം കൊടുക്കുന്ന വലിയ ആബാദ് പ്ലസ് പോലുള്ള നല്ല ഹോട്ടലിൽ കിടക്കുമ്പോൾ 4 ലക്ഷമോ 4.5 ലക്ഷമോ കൊടുത്ത് അങ്ങ് കാക്കനാട് കൊണ്ടുവന്ന് ഇത് വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പൈസ എടുത്ത് ദൂർത്തടിച്ച് ഒരു മുൻപിനെ ആലോചിക്കാതെ ഭരണസമിതി കൊണ്ടുപോയി. അതാണ് പ്രശ്നം. ഒരു ട്രഷററുണ്ട് ഉണ്ണി ശിവപാൽ, അയാളുടെ പറയാണ് ജനറൽ ബോഡി വരെ വീട്ടിലിരിക്കും, ഓഫീസിൽ മേലിൽ കയറരുത്. എന്താ പ്രശ്നം? അയാൾ രാത്രി 12 മണിക്ക് 1 മണിക്ക് വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ഒരു പെണ്ണിനോട് വിളിച്ച് നാളെ കൊടുക്കാനുള്ള ചെക്കുകൾ എഴുതി വെക്കാൻ പറഞ്ഞു. അയാളെ മാറിയിക്കാൻ പറഞ്ഞു. എന്നിരുന്നാലും ജനറൽ ബോഡി പറയാണ് ഉണ്ണി ശിവപാൽ മുങ്ങിക്കളഞ്ഞു. അയാൾ മുങ്ങയല്ലല്ലോ, അയാളെ മാറ്റി നിർത്തിയത് ശേതയാണ്. എന്നിട്ട് ശേത തന്നെ പറയുന്നത് മുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പക്വതയില്ലായ്മ, അതാണ് പ്രശ്നം. പക്വതയില്ല. ഈ ലക്ഷ്മി പ്രിയയും ശ്വേതാമേനും തമ്മിലുള്ള വിഷയം, അല്ലെങ്കിൽ ഹൻസിബയും തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ? വാസ്തവമുണ്ടോ? 1% ഇല്ല. നട്ട 20 ലക്ഷം രൂപ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പോൾ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അതിന് ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പൊ നട്ടാ കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എന്ത് പറയാം? ഓക്കെ, ടൊവിനോ തോമസ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഒന്നാമത് അയാൾ ഈ ഹിന്ദിയും തെലുങ്കൊന്നും പറഞ്ഞ് നടക്കില്ല. പിന്നെ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ വേണമെങ്കിലേ നമുക്ക് താല്പര്യം വേണം. നമുക്ക് ഈ രാഷ്ട്രീയം പോലെയാണ്. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൽ പോകണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ ആ സംഘടനയോട് ഒരു താല്പര്യം വേണം. ഞാൻ സിനിമയായിട്ട് ഒതുങ്ങി കഴിയുള്ളൂ എന്ന് വാശി പിടിച്ചാൽ അയാളെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. പക്ഷെ അവരൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷെ അവർ എതിർത്ത് നിൽക്കുന്നില്ലല്ലോ. അവർ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്ത് അമ്മയുടെ അംഗമായിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ അവർക്കൊന്നും ഇവരെ പൈസ അമ്മയുടെ ഒരു ആനുകൂല്യം വേണ്ടെന്ന്, സൗജന്യ ഇൻഷുറൻസും വേണ്ട, മരുന്നും വേണ്ട. ദുഃഖറിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അതും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ ആ സംഘടന അങ്ങനെ കാണുള്ളൂ. ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പും കുടുംബശ്രീ പിന്നെ അതല്ലെങ്കിൽ ലോട്ടറി വിൽപ്പന എന്നൊക്കെ പറയുന്നത് അവരുടെ അന്നന്നത്തുള്ള അന്നത്തിന് വേണ്ടി അവർ വഴി കണ്ടെത്തുമോ? എത്ര ജീവിതങ്ങൾ അതുകൊണ്ട് കൊല്ലുന്നു. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഹീറോ ആയിട്ട് കാണേണ്ടത്, ഇവരെയൊക്കെ ഒരു സീറോ ആയിട്ടാണ് കാണേണ്ടത്. കുറെ മേക്കപ്പ് ഇട്ട് കുറെ ആർട്ടിസ്റ്റ് ആണെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ആവേണ്ടത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ ആരാധിക്കേണ്ടത്. ഇപ്പൊ ഈ പറയുന്ന തൽപര കക്ഷികളൊക്കെ കണ്ട് ഇപ്പം അറസ്റ്റ് ചെയ്യാൻ വരും, അതിന്റെ ആയിരിക്കും ഇന്ന് കരഞ്ഞു മെഴുകിക്കൊണ്ട് പുതിയ വീഡിയോ ഒക്കെ ഇറക്കി വെക്കുന്നത്. ഇപ്പൊ ഇവരെയൊക്കെ കുറെ പോകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആ സ്ത്രീകളുണ്ടല്ലോ, അവരെ ഇൻഫ്ലുവൻസ് ആണ്. കാരണം അവർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. 350 രൂപ 400 രൂപ ദിവസ വേതനത്തിന് വേണ്ടി ചുറ്റി കിടന്ന് ലോട്ടറി വയ്ക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്കറിയാം. അപ്പൊ അവരൊക്കെ റിയൽ ഹീറോ, ഇവരൊക്കെ വെറും സീറോ. അതായത് ഇങ്ങനെങ്കിലും 4 തുറന്ന് പറഞ്ഞല്ലോ, അത് തന്നെ കാര്യമായി. ഇപ്പൊ മറ്റേ കഴുകൽ ചേച്ചി അല്ല, ഈ ചേച്ചി ഉണ്ടല്ലോ, അപ്പൊ മറ്റേ ഈ പിന്നെ മെഴുകൽ ചേച്ചി ഉണ്ടല്ലോ, വർഗീയ വിഷം തുപ്പുന്ന ആ ചേച്ചിക്ക് ഇപ്പൊ ഉടനെ അറസ്റ്റ് വാറന്റ് വരുമെന്ന് അറിയുന്നത്. എന്താണെന്ന് അറിയില്ല. അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അത് വെച്ചൊരു വീഡിയോ ചെയ്യാം. എന്തായാലും അന്തസ്സായ കാര്യങ്ങൾ അമ്മയിൽ, സ്ത്രീപക്ഷ നിലപാടും കാര്യങ്ങളും എല്ലാം, അരിയും മണ്ണെണ്ണയും എല്ലാം ഇതായിട്ടുണ്ട്. അതായത് അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് പറയാം. നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പേജിലാണെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വേറൊരു ടോപ്പിക്കുമായി കാണാം. അതായിരിക്കും ബൈ. താങ്ക്